നമസ്കാരം എല്ലാവർക്കും ഷെർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കൊഞ്ച് തീയലാണ്. തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന ഈ കൊഞ്ച് തീയൽ ചോറിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. മുരിങ്ങയ്ക്കയും തേങ്ങാക്കൊത്തുമൊക്കെ ഇട്ട് തക്കാളിയും ഇങ്ങനെ കുറുകി വരുന്ന ചാറ് ചോറിലൊഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ വലിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനും മറക്കരുത്. ഇനി തീയൽ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇതൊരു 1/4 തേങ്ങയാണ്. ഈ തേങ്ങ നമുക്ക് വറുത്തെടുക്കണം. പണ്ടൊക്കെ തേങ്ങ വറുത്ത് കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഭാഗത്തേക്ക് തിരികെ കൂടിയില്ലായിരുന്നു. കാരണം കഷ്ടപ്പെടാൻ വയ്യാതെ തന്നെയാണ് കാരണം. പക്ഷേ ഞാനൊരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് വളരെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ വീട്ടിൽ തീയലുണ്ടാക്കുമ്പോൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു 10-15 മിനിറ്റൊക്കെ വേണം ചെറു തീയിൽ വളരെ ക്ഷമയോടെ നിന്ന് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ തേങ്ങ അങ്ങ് കരിഞ്ഞു പോകും. അതിന് പകരം ഞാൻ ഈ തേങ്ങ ഒരു പ്ലേറ്റിലേക്ക് ഒന്നിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. അത് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഞാനൊന്ന് ചൂടാക്കി. ഈ 1 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം വീണ്ടും ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഒരു 3 മിനിറ്റ് തൊട്ട് 4 മിനിറ്റ് വരെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ ഈ തേങ്ങയിൽ വെള്ളം കണ്ടൻറ്റ് ഫുള്ളങ്ങ് പോകും. വെള്ളം കണ്ടൻറ്റ് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്കൊരു പാനിലിട്ടിട്ട് തേങ്ങ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. 4 മിനിറ്റാണ് മൈക്രോവേവിൽ ഇത് ചൂടാക്കിയെടുത്തത്. ഇപ്പം തന്നെ ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ല. ഇനി ഇത് ഒരു ചൂടായ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. വളരെ ക്ഷമയോടെ വേണം ഇതും ചെയ്യാൻ. കാരണം ഒരുപാട് തീ കൂട്ടിയിടാനേ പാടില്ല. മീഡിയം ഫ്ലെയിമിന് തൊട്ട് താഴെയുള്ള ആ ഒരു ചൂടിൽ വേണം ഇത് വറുക്കാൻ. അല്ലാതെ തീ കൂട്ടി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തേങ്ങയുടെ ഒരു ഭാഗം അങ്ങ് കറുത്തു പോവുകയും മറ്റുള്ള ഭാഗങ്ങൾ ഇങ്ങനെ നല്ലതുപോലെ ഫ്രൈ ആയി വരികയും ചെയ്യില്ല. ഏകദേശം ഒരു 4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങ നല്ലതുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇതിന് വേണ്ട മസാലപ്പൊടികളാണ്. മസാലപ്പൊടികൾ ഇടുന്നതിന് മുമ്പ് തീ ഏറ്റവും സിമ്മിലേക്ക് മാറ്റണം. പാനിൻ്റെ ചൂട് കൊണ്ട് തേങ്ങ വീണ്ടും ഫ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീ മതി, കാരണം ഇതിൻ്റെ പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് 1 മിനിറ്റിൽ താഴെ മാത്രം പൊടികൾ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ പൊടികൾ മൂത്ത് വരും. ഒരു നല്ല മണം ഈ തേങ്ങാ മിക്സിൽ നിന്ന് വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും പൊടികൾ നന്നായിട്ട് മൂത്തിട്ടുണ്ടെന്ന്. അതിനുശേഷം പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്ത് ഈ അടുപ്പിൽ നിന്ന് ഇത് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ആ ചൂടിലിരുന്ന് വീണ്ടും തേങ്ങ ഫ്രൈ ആയി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തേങ്ങയും മസാലപ്പൊടിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് തണുക്കാൻ വേണ്ടിയൊന്ന് മാറ്റി വെക്കാം. ഒരുപാട് സമയമല്ല, ഒരു 4-5 മിനിറ്റ്. ഇനി ഈ തേങ്ങാ മിക്സ് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഈ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കണ്ട. ഒന്ന് മിക്സിയിലിട്ടിട്ട് 1-2 പ്രാവശ്യം ഒന്ന് കറക്കി എടുക്കുമ്പോൾ അതൊന്ന് പൊടിഞ്ഞു കിട്ടും. അതിനുശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. തീയലിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു 10-15 കഷ്ണം ചെറിയ ഉള്ളിയാണ്. ഒരു 1.5 മുരിങ്ങയ്ക്കായും എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് ഒരു ചെറിയ കഷ്ണം തേങ്ങയാണ്. തേങ്ങ ഇല്ലാത്തവർ ഇതിടണമെന്ന് നിർബന്ധമില്ല. അത് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു തേങ്ങാക്കൊത്ത് നമ്മുടെ ഈ തീയലിൽ കിടക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഒരു മീഡിയം സൈസിലുള്ള ഒരു ടൊമാറ്റോ, 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. തീയലിലേക്ക് ആവശ്യമായ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 400 ഗ്രാം കൊഞ്ചാണിത്. ഇത് തീയലിന് ആവശ്യമുള്ള പുളിയാണ്. ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പിഴിഞ്ഞ് ചേർക്കുന്ന പുളിയാണിത്. നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ചട്ടിയിലാണ് തീയൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അതൊന്ന് വഴന്ന് വന്നാൽ മതി. അതിലേക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കായും പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ചെറുതീയിലൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് വീണ്ടും.
ഉള്ളിയും മുരിങ്ങയ്ക്കൊക്കെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ടും അധിക സമയം വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്താണ് അരച്ചത്. വെള്ളത്തിന് അങ്ങനെ കണക്കൊന്നുമില്ല. ഒരു 1.5 കപ്പോ 2 കപ്പ് വരെയൊക്കെ ആവാം. പക്ഷേ ഒന്ന് നല്ലതുപോലെ കറി ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് വെള്ളത്തിലൊന്ന് പുളി പിഴിഞ്ഞെടുത്തിരുന്നു. ഇനി അതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിത് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തപ്പോൾ അതിൽ കുറച്ച് വെള്ളം കുറവുള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വീണ്ടും 1/2 കപ്പോളം വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളച്ച് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ചട്ടി ഒന്ന് തുറന്ന് നോക്കാം. കറി എന്തായിന്ന് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊഞ്ചാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കറി നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് ഒരു മീഡിയം തീയിൽ നമുക്കൊരു 10-12 മിനിറ്റെങ്കിലും ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ എടുക്കണം. ഇപ്പം കറിയൊക്കെ ഒന്ന് വീണ്ടും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ചാറ് അത്രയ്ക്ക് അങ്ങ് കുറുകിയിട്ടില്ല. ഇപ്പോൾ കാണാമല്ലോ അല്ലേ. വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കറിയുടെ ടേസ്റ്റ് ഞാനൊന്ന് നോക്കിയിരുന്നു. ഉപ്പ് അല്പം കുറവുണ്ട്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്കിതിൻ്റെ പുളിയോ ഉപ്പോ എന്തെങ്കിലും നിങ്ങളുടെ രുചിക്കനുസരിച്ച് ക്രമീകരിക്കണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കറി ഇവിടെ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഇത് ഇരിക്കുമ്പോൾ കുറച്ച് കുറുകുന്ന കറിയാണ്. അഥവാ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരല്പം കുറുകിപ്പോയാൽ വേണമെങ്കിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഒരു മണത്തിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഡ്രോപ്പായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നമ്മുടെ കറിയുടെ പ്രിപ്പറേഷൻ അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.